എല്ലാവർക്കും BTO ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തമിഴ്നാട്ടിലുള്ള കോയമ്പത്തൂരിനടുത്തുള്ള ധർമ്മലിംഗേശ്വർ ശിവക്ഷേത്രമാണ്. ഏകദേശം ഒരുവിധം എല്ലാവർക്കും ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാമെന്ന് ഞാൻ കരുതുന്നു. പാലക്കാട് നിന്ന് കോയമ്പത്തൂർക്ക് പോയിട്ടുള്ളവർക്കെല്ലാം പാലക്കാട് നിന്ന് കോയമ്പത്തൂർ 544 ഹൈവേൻ്റെ ബൈപ്പാസിനടുത്തായിട്ട് മരപ്പാലം, മധുക്കരൈ ആ ജംഗ്ഷനിനടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് മലമുകളിലുള്ള ഒരു ശിവക്ഷേത്രമാണ്. ഈ മലയുടെ വ്യൂ നമ്മുടെ 544 ഹൈവേയിൽ നിന്ന് തന്നെ നമ്മൾ കോയമ്പത്തൂർ വഴി LNT ഹൈവേയിലെല്ലാം പോകുമ്പോൾ ദൃശ്യമാകും. അതിപുരാതനമായ ഒരു ക്ഷേത്രമെന്നാണ് കേട്ടറിഞ്ഞത്. ഏകദേശം 500 തൊട്ട് 1000 വർഷം വരെ പഴക്കമുണ്ടെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇത് ആ നേരിൽ കാണുന്നതാണ് ധർമ്മലിംഗേശ്വർ മല. അതായത് നമ്മുടെ ബൈപ്പാസ് കഴിഞ്ഞ് കോയമ്പത്തൂർക്കുള്ള എൻട്രിയിൽ തന്നെ നിങ്ങൾക്ക് ഈ മലയെ വീക്ഷിക്കാൻ പറ്റും. ഏകദേശം കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ മരപ്പാലം കാണാൻ പറ്റും. മരപ്പാലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, ഈ ജംഗ്ഷൻ. ആ മരപ്പാലം കടന്ന് ഏകദേശം ഒരു 50-100 മീറ്റർ താഴെ ലെഫ്റ്റിലേക്ക് ഒരു വഴി പോകുന്നുണ്ട്, ഈ കാണുന്ന വഴി. അവിടെ ഒരു വിനായക ക്ഷേത്രമുണ്ട് ലെഫ്റ്റിൽ തന്നെ. നമ്മൾ ധർമ്മലിംഗേശ്വർ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലേക്ക് കടന്നാൽ ആദ്യത്തെ ലെഫ്റ്റിലേക്കാണ് നമ്മൾ തിരിഞ്ഞു പോകേണ്ടത്. അവിടെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ബോർഡും കാണാൻ പറ്റും. ഹരിയദോ നമഃ ശിവായം ആദിയന്തം മാനദം ആരിരണ്ട് നൂറ് ദേവ അൻറുരൈത്ത മന്ദിരം அரியதோரெழுத்தை உன்னி சொல்லுவேன் சிவவாக்கியம் தோஷ தோஷ பாவமாயை தூர தூர ஓடவே ദോഷ ദോഷ പാവമായ. ഈ കാണുന്നതാണ് മലയടിവാരം. ഇവിടെ അത്യാവശ്യം ഒരുവിധം വാഹനങ്ങൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ചുറ്റോട് ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കാണുന്നതാണ് വിനായകർ കോവിൽ. വിനായകരെ തൊഴുതിട്ട് ഏവർക്കും മല കയറാൻ പറ്റും. അവിടെ തന്നെ ഒരു നാഗത്തിൻ്റെ ഒരു സന്നിധിയുമുണ്ട്. വെളിയിലായി ഭീമൻ്റെ ഒരു പ്രതിഷ്ഠയും കൂടെയുണ്ട്. ഭീമൻ്റെ പ്രതിഷ്ഠ പറയുന്നത് മഹാഭാരതവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇത് മലയടിവാരത്തിലുള്ള മുഖമണ്ഡപമാണ്. വിശാലമായ ഒരു മുഖമണ്ഡപമാണ്. ഇവിടെ ഒരു ശിവൻ്റെ വിഗ്രഹമുണ്ട്. നാഗത്തിന്മേലിരിക്കുന്ന ഒരു ശിവവിഗ്രഹം. ബ്രഹ്മാവും വിഷ്ണുവും കൂടിയുണ്ട്.
വലിയൊരു നിലവിളക്കെല്ലാം ഇവിടെ കൊളുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് പതുക്കെ ധർമ്മലിംഗേശ്വരെ പ്രാർത്ഥിച്ച് മുകളിലേക്ക് പോകാം. മഹാഭാരതമായിട്ടുള്ള ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ്. പാണ്ഡവരുടെ വനവാസക്കാലത്ത്, അതായത് 12 വർഷമുള്ള വനവാസക്കാലത്ത് അവർ ഇവിടെ വന്നിരുന്നു എന്നാണ് ഐതിഹ്യം. ഇതെല്ലാം ആ സമയത്ത് കൊടും കാടായിരുന്നു. അപ്പോൾ ധർമ്മർ ഈ സ്വയംഭൂലിംഗം മലമുകളിൽ കാണുകയും അവിടെ ആരാധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഭീമനാണ് താഴെ കാവൽ നിന്നത് ഗദയുമായി. അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഭീമൻ്റെ പ്രതിഷ്ഠ താഴെയുള്ളത്. ഒരുവിധം എല്ലാവർക്കും കയറാൻ പറ്റുന്ന ഒരു മല തന്നെയാണ്. കാരണം സൗകര്യങ്ങളുണ്ട്. സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പുകളുണ്ട്. ഓരോ സ്റ്റെപ്പിലും കുറച്ച് സ്റ്റെപ്പുകൾ കഴിഞ്ഞാൽ നമുക്ക് വിശ്രമിക്കാനുള്ള മണ്ഡപങ്ങളുമുണ്ട്. നമ്മുടെ സൗകര്യാർത്ഥം പതുക്കെ വിശ്രമിച്ച് നമുക്ക് മല കയറാവുന്നതാണ്. ഏകദേശം 1000 സ്റ്റെപ്പുകളിന് മുകളിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 800ഓളം സ്റ്റെപ്പുകളും പിന്നെ പാറയിൽ തന്നെ തുരന്ന് ഒരു 300-350 സ്റ്റെപ്പുകൾ പാറയിൽ തന്നെ തുരന്നുള്ള സ്റ്റെപ്പുകളുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിശ്രമിച്ച് കയറാനും പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഏകദേശം നമ്മൾ മലയുടെ പകുതിയോളം കയറിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യൂ, അതായത് ഫുൾ കോയമ്പത്തൂർ ടൗണും ഇവിടുന്ന് കാണുവാൻ കഴിയും. അത് കാലാവസ്ഥയെ അനുസരിച്ചായിരിക്കും. ഞങ്ങളിപ്പോൾ കയറിപ്പോകുമ്പോൾ ചെറിയൊരു മൂടൽമഞ്ഞുണ്ട്. അതുകൊണ്ട് ദൂരത്തുള്ള സ്ഥലങ്ങളൊന്നും അധികം വിസിബിൾ അല്ല. പ്രകൃതി രമണീയമായ ഒരു ക്ഷേത്രമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് ആ ദൂരത്തു നിന്ന് നിങ്ങൾക്ക് ഒരു ട്രെയിൻ വരുന്നത് കാണുവാൻ കഴിയും. അവിടെ മധുക്കര സ്റ്റേഷനാണ്. മധുക്കര സ്റ്റേഷനിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടിലേക്ക് പോകുന്ന ഒരു ട്രെയിനാണ് നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നത്. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ചില പണികൾ, മുഖമണ്ഡപത്തിൻ്റെ എല്ലാം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2023 കുംഭാഭിഷേകം എന്നറിയാൻ കഴിഞ്ഞത്. അതിനു മുമ്പ് എല്ലാ പണികളും തീർക്കും.
ഇവിടെ വന്നപ്പോൾ നമ്മുടെ എല്ലാം ഭാഗ്യം എന്നോണം ഇവിടുത്തെ തിരുമേനിയിൽ നിന്നും നമുക്ക് ഈ കഴിഞ്ഞ തൃക്കാർത്തികയുടെ വീഡിയോ എല്ലാം കിട്ടി. നമുക്കെല്ലാവർക്കും ആ വീഡിയോ ഒന്ന് കാണാം. അതായത് നമ്മുടെ ജ്യോതി തെളിയിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മളെല്ലാവരും അനുഗ്രഹീതരാണ്. അന്ന് ആ ജ്യോതി നേരിൽ കാണാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് ആ ജ്യോതി ദർശനം കൂടെ നടത്താം. ശിവ ഓം നമ ശിവായ.
നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ വീഡിയോ മുഴുവൻ കാണുവാൻ സമർപ്പിച്ചതിൽ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ധർമ്മലിംഗേശ്വരിയുടെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ ക്ഷേത്രം തീർച്ചയായും സന്ദർശിക്കണം. ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. ഓം നമഃ ശിവായ.